വമ്പൻ പോരാട്ടത്തിന്റെ കാഹളം ഹാട്രിക് ലക്ഷ്യമിട്ട LDF, ഭരണമാറ്റം സാധ്യമാക്കാൻ UDF, ശക്തി തെളിയിക്കാൻ NDA. കേരളം വിധി എഴുതുകയാണ്. കേരളം ആര് ഭരിക്കണമെന്ന് 3 കോടിയോളം വരുന്ന വോട്ടർമാർ വിധി എഴുതും. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിൽ ആയാണ് ജനവിധി. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചാരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 2500 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 3 മുന്നണികൾക്കും അതിനിർണായക മത്സരമാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനത്ത് ഭരണ തുടർച്ച തന്നെയാണ് LDF ലക്ഷ്യം. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം ഭരണത്തിലേക്ക് തിരികെ എത്താമെന്ന് UDF കണക്കുകൂട്ടുന്നു. കേരളത്തിലും ശക്തി തെളിയിച്ച് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനാണ് NDA കച്ചകെട്ടുന്നത്. അടുത്ത 5 വർഷം കേരളത്തിന്റെ ഭരണത്തിന്റെ താക്കോൽ ആരെ ഏൽപ്പിക്കണമെന്ന് കേരള ജനത തീരുമാനിക്കുകയാണ്. അസമിലും പോണ്ടിച്ചേരിയിലും വോട്ടെടുപ്പുണ്ട്. 10 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മനസ്സുകൊണ്ട് അംഗീകാരം നൽകി ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് LDF. ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലെത്തിക്കാൻ നടത്തിയ അശ്രാന്ത പരിശ്രമം തങ്ങളെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുമെന്ന ദൃഢനിശ്ചയമാണ് UDF-ന്. വീണ്ടും അക്കൗണ്ട് തുറക്കലല്ല, വളർച്ചയുടെ ആക്കം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തലാണ് ഇത്തവണ NDA ലക്ഷ്യം. പരസ്യ പ്രചാരണം കഴിഞ്ഞുള്ള അവസാന ഘട്ട കൂട്ടിക്കിഴിക്കലുകൾക്ക് ശേഷം 3 മുന്നണികളും അമിത ആത്മവിശ്വാസത്തിലാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഹാട്രിക് നേടിയാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാകും ഇടതുമുന്നണി രചിക്കുക. തിരിച്ചായാൽ ഭരണവിരുദ്ധ വികാരമെന്ന മറുപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കലുമാകും. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും അധികാരത്തിലേറിയാൽ ടീം UDF എന്നത് വെറും വീമ്പ് പറച്ചിലായിരുന്നില്ലെന്ന് നെഞ്ചു നിവർത്തി തെളിയിക്കാം. വീണ്ടും പോയാൽ പലവിധ പൊട്ടിത്തെറികളാവും UDF-നെ കാത്തിരിക്കുക. ഒന്നിലധികം സീറ്റുകളിൽ വിജയം നേടിയാൽ BJP നടത്തിയ പരിഷ്കാരങ്ങൾക്കുള്ള അംഗീകാരവും സംസ്ഥാനത്ത് അതിവേഗം വളരുന്നതിന്റെ സൂചകവുമാവും. ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുന്നണികൾ പൂണ്ടിറങ്ങിയ തെരഞ്ഞെടുപ്പാണിത്. പരസ്യ പ്രചാരണ സമയം കഴിഞ്ഞും ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഉറവ നിലയ്ക്കുന്നില്ല.